നമസ്കാരം. ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഭാഗം നമുക്കിന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ 3D സ്പേസിന്റെ അടിസ്ഥാന ശിലകൾ എന്തൊക്കെയാണ്? സങ്കീർണമായ ഇക്വേഷനുകൾക്ക് മുമ്പ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ നമുക്കൊന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്നു നോക്കാം. 3D സ്പേസിന്റെ അക്ഷരമാലയായ പോയിന്റുകളും വെക്ടറുകളും നമ്മൾ ആദ്യം പരിചയപ്പെടും. പിന്നെ പലതരം കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ, അതുപോലെ കോൺസ്റ്റന്റ് സർഫസുകൾ, ഒടുവിൽ ഇവ തമ്മിൽ മാറ്റാൻ സഹായിക്കുന്ന ട്രാൻസ്ലേഷൻ ഡിക്ഷണറിയായ മാട്രിക്സ് വരെയുള്ള കാര്യങ്ങൾ ഈ സെഷനിൽ നമ്മൾ പഠിക്കും. ഒന്നാമത്തെ സെക്ഷൻ, പോയിന്റ്സ് ആൻഡ് വെക്ടേഴ്സ്, നമ്മുടെ 3D സ്പേസിലെ അക്ഷരമാലകൾ. നിങ്ങൾക്കറിയാമോ ഒരു പോയിന്റും ഒരു വെക്ടറും തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം എന്താണെന്ന്? പോയിന്റ് എന്നത് സ്പേസിലെ വെറുമൊരു ലൊക്കേഷൻ മാത്രമാണ്. എന്നാൽ വെക്ടർ എന്നത് തികച്ചും വ്യത്യസ്തമാണ്. അതിനൊരു കൃത്യമായ അളവ് അഥവാ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും. കൂടെ സഞ്ചരിക്കാൻ ഒരു ദിശ അഥവാ ഡയറക്ഷനുമുണ്ടാകും. അതൊരു വെറും ബിന്ദുവല്ല, മറിച്ച് ഒരു ചലനമോ അല്ലെങ്കിൽ ഒരു ഫലമോ ഒക്കെയാകാം. സോ ദ ക്രൂഷ്യൽ പോയിന്റ് ഈസ് യൂണിറ്റ് വെക്ടർ അഥവാ യൂണിറ്റ് വെക്ടർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൃത്യമായി 1 അഥവാ യൂണിറ്റി ആയിരിക്കും. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ഉപയോഗിക്കുന്നത്? സ്പേസിലെ ഏത് ദിശയിലേക്കാണ് ഒരു ക്വാണ്ടിറ്റി പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കാൻ മാത്രമുള്ള ഒരു ഡയറക്ഷണൽ DNA ഈ യൂണിറ്റ് വെക്ടർ. രണ്ടാമത്തെ സെക്ഷൻ, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്, 3D സ്പേസിലെ നമ്മുടെ ഡീഫോൾട്ടായ ഭാഷ. ഇവിടെ കാണുന്ന ഈ റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കൂ. കാർട്ടീഷ്യൻ കോർഡിനേറ്റുകൾ സ്പേസിനെ എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നതെന്ന് ഇതിൽ വ്യക്തമാണ്. പരസ്പരം ലംബമായി അഥവാ ഓർത്തോഗണലായി നിൽക്കുന്ന X, Y, Z എന്നീ 3 ആക്സിസുകൾ. ഈ സിസ്റ്റം ഉപയോഗിച്ച് ഏതൊരു പോയിന്റിനെയും സ്പേസിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ബേസിക്കാണ്. മൂന്നാമത്തെ സെക്ഷൻ, സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ സിസ്റ്റംസ്, നമ്മുടെ ചില ബദൽ സ്പേഷ്യൽ ഭാഷകൾ. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ചതുരാകൃതിയിലല്ലല്ലോ, ശരിയല്ലേ? ഉദാഹരണത്തിന് ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള വയറിലൂടെ ഒഴുകുന്ന കറണ്ട്. അത്തരം ഫീൽഡുകൾ പഠിക്കാനാണ് ഈ സിലിണ്ടറിക്കൽ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ XYZ പകരം റേഡിയസ് P, ആംഗിൾ φ, പിന്നെ ഉയരം Z എന്നിവയാണ് വരുന്നത്. ഇതിൽ φ എന്ന ആംഗിൾ X ആക്സിസിൽ നിന്നും എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തു വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി ഇത് നോക്കൂ, സ്ഫെറിക്കൽ സിസ്റ്റം. ഇത് ശരിക്കും അടിപൊളിയാണ്. ഇവിടെ നമ്മൾ വെറും ദൂരങ്ങളിൽ നിന്നും കോണളവുകളിലേക്ക് അഥവാ ആംഗിൾസിലേക്ക് മാറുകയുമാണ്. സെന്ററിൽ നിന്നുള്ള ദൂരമായ R, പിന്നെ തീറ്റ, ഫൈ എന്നീ 2 ആംഗിളുകൾ, ഒരു ആന്റിനയിൽ നിന്നുള്ള റേഡിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ ഇതിലും മികച്ചൊരു സിസ്റ്റം വേറെയില്ല. ഈ 2 സിസ്റ്റങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വ്യക്തമാണ്. കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ X, Y, Z എന്നീ 3 ലീനിയർ ദൂരങ്ങൾ മാത്രം ആശ്രയിക്കുമ്പോൾ സ്ഫെറിക്കൽ സിസ്റ്റത്തിൽ നമുക്കുള്ളത് ഒരു റേഡിയൽ ദൂരവും 2 ആംഗിളുകളുമാണ്. ഇവയെ നമ്മൾ വെറും ഇക്വേഷനുകളായി കാണാതെ ഒരേ സ്പേസിനെ മനസ്സിലാക്കാനുള്ള വ്യത്യസ്ത ഭാഷകളായി ചിന്തിച്ചാൽ കാര്യങ്ങൾ വളരെ സിമ്പിളാകും. നാലാമത്തെ സെക്ഷൻ, കോൺസ്റ്റന്റ് സർഫസസ്, വേരിയബിളുകൾ ഫിക്സ് ചെയ്ത് എങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആൻഡ് ദിസ് ബ്രില്യൻ്റ്ലി ഇലസ്ട്രേറ്റ്സ്, ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ സ്ഥിരമാക്കി അഥവാ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാൽ അവിടെ തൽക്ഷണം ഒരു 3D സർഫസ് സൃഷ്ടിക്കപ്പെടും. കാർട്ടീഷ്യനിൽ X കോൺസ്റ്റന്റ് ആകുമ്പോൾ അതൊരു പ്ലെയിനായി മാറും. സിലിണ്ടറിക്കലിൽ P കോൺസ്റ്റന്റ് ആകുമ്പോൾ അതൊരു സിലിണ്ടറും, സ്ഫിയറിക്കലിൽ R കോൺസ്റ്റന്റ് ആകുമ്പോൾ അതൊരു സ്ഫിയറുമായി മാറും. രസകരമായ കാര്യം എന്താണെന്നാൽ ഇങ്ങനെയുണ്ടാകുന്ന 3 പ്രതലങ്ങൾ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതാണ് നമ്മൾ സ്പേസിൽ മാർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്. ഇതൊന്ന് നോക്കൂ, ഒരു മുറിയുടെ 3 ചുമരുകൾ ഒരു മൂലയിൽ വന്ന് ചേരുന്നത് പോലെയുണ്ടല്ലേ? X, Y, Z എന്നീ 3 കോൺസ്റ്റന്റ് പ്രതലങ്ങൾ പരസ്പരം ഓർത്തോഗണലായി കൂട്ടിമുട്ടുമ്പോഴാണ് ആ കൃത്യമായ പോയിന്റ് അവിടെ ഫോം ചെയ്യുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ നോക്കാം. ഒരു സിലിണ്ടർ, ഒരു പ്ലെയിൻ, പിന്നെ ഒരു സെമി ഇൻഫിനിറ്റ് പ്ലെയിൻ എന്നിവ ഇവിടെ പരസ്പരം സംഗമിക്കുന്നത് കാണാം. P, φ, Z എന്നീ 3 സർഫസുകളുടെ ഒരു പെർഫെക്റ്റ് ഓവർലാപ്പാണ് ആ നടുക്കുള്ള പോയിന്റ് P നിർവചിക്കുന്നത്. ഇനി സ്ഫെറിക്കൽ ഇന്റർസെക്ഷനുകൾ കാണാം. ഇതൽപ്പം രസകരമാണ്. ഒരു പൂർണ്ണഗോളം, ഒരു കോണ്, പിന്നൊരു പ്ലെയിൻ എന്നിവയാണ് ഇവിടെ സംഗമിക്കുന്നത്. ഇവിടെ തീറ്റ ഒരു കോൺസ്റ്റന്റ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് ഒരു കോൺ ഷേപ്പ് ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും സെക്ഷൻ, മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ്, കോർഡിനേറ്റുകൾ മാറ്റാനുള്ള നമ്മുടെ ട്രാൻസ്ലേഷൻ ഡിക്ഷണറി. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. ഒരു കോർഡിനേറ്റ് ഭാഷയിൽ നൽകിയിരിക്കുന്ന ഒരു വെക്ടറിനെ മറ്റൊരു ഭാഷയിലേക്ക് യാതൊരു പിഴവുകളുമില്ലാതെ നമുക്ക് എങ്ങനെ കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്യാം?
പേടിക്കേണ്ട, വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകൾ മതി. ആദ്യം വെക്ടറും അതിന്റെ ഇപ്പോഴത്തെ സിസ്റ്റവും ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായി പോയിന്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർമുലകൾ ഉപയോഗിക്കുക. ഒടുവിൽ ആ ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഉപയോഗിച്ച് വെക്ടറിന്റെ കോമ്പണൻസുകളെ ഗുണിക്കുക അഥവാ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. Now, what's really interesting about this slide is കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളെ സിലിണ്ട്രിക്കലാക്കി മാറ്റാൻ ഈ മെട്രിക്സ് എത്ര ക്ലീനായിട്ടാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കും. വെറും കോസ് ഫൈയും സൈൻ ഫൈയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ആ ഘടകങ്ങളെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സ്ഫെറിക്കൽ മാട്രിക്സ് നോക്കാം. ഒറ്റനോട്ടത്തിൽ ഈ മാട്രിക്സ് വലിയ സങ്കീർണമാണെന്ന് തോന്നാം, റൈറ്റ്? പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ ജ്യാമിതീയ വേരിയബിളുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ആൽജിബ്രൈറ്റ് വിവർത്തനം മാത്രമാണത്. സൈൻ കൊസൈൻ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് കോണുകളെയും ദൂരങ്ങളെയും വളരെ ഭംഗിയായി ഇത് ബന്ധിപ്പിക്കുന്നു. നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു സാറ്റലൈറ്റ് ഡിഷിന്റെ സിഗ്നലുകൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിന്ന് പഠിച്ച ഈ 3 സിസ്റ്റങ്ങളിൽ ഏതായിരിക്കും നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഏറ്റവും എളുപ്പമാക്കുക? ആ ഡിഷിന്റെ ആകൃതി മനസ്സിൽ വന്നാൽ ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. അതെ, സ്ഫെറിക്കൽ സിസ്റ്റമാണ് അവിടെ ബെസ്റ്റ്. ഗണിതത്തെ വെറും നമ്പറുകളായി കാണാതെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനുള്ള ടൂളായി കാണാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും കാണാം.